ഗൈസ്, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് 160 രൂപയ്ക്ക് വാങ്ങിച്ചാണ്. ഈ ഒരു ബാഗ് പിന്നെ മീഷോന്ന് 175 രൂപയ്ക്ക് വാങ്ങിച്ചത്. ഇതൊന്നും ഞാൻ ഇപ്പൊ വാങ്ങിയതല്ല, യൂട്യൂബിൽ നിന്ന് മുങ്ങുന്നതിന് മുമ്പ് വാങ്ങിച്ചതാണ്. അതായത് രമണ, ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ഒരു മാസമായി. എന്തായാലും ഞാനിപ്പോ പൊങ്ങിയല്ലോ, അപ്പൊ പിന്നെ കാണിക്കാന്ന് വിചാരിച്ചു. ഇതിന്റെ ലിങ്കോ ഡീറ്റെയിൽസോ വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും ഞാൻ കൊടുത്തു. എന്റെ പൊന്നു, ഈ ചൂട് സഹിക്കാൻ വയ്യാത്തോണ്ട് വരുന്ന വഴിക്ക് ഒരു ജ്യൂസ് കുടിച്ചിട്ടാണ് വന്നത്. അത് കാരണം വീട്ടിൽ വന്നതിന് ശേഷം ഒന്നും കഴിച്ചു. അങ്ങോട്ട് പോകുന്നത് ഞാൻ തന്നെയാണെങ്കിലും തിരിച്ചു വരുമ്പോൾ ഒരുകുന്ന് ചെളിയുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എന്തായാലും നന്നായിട്ട് ഫേസ് കഴുകണം. എന്റെ ഫേസ് വാഷ് ആണ് തീർന്നു. ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നപ്പോൾ ദാണ്ടട അതിനകത്തുനിന്ന് പോകുന്നു. ഞാനിട്ട് ഞെക്കി പറിച്ചിട്ടൊന്നും ഈ കുന്താണ്ടം വന്നില്ല. ക്യാമറ ഓണാക്കി ഒറ്റ വെപ്പ് വെച്ചപ്പോഴത്തേക്ക് ദാണ്ട അതിനകത്തുനിന്ന് ഇച്ചിരിയൊക്കെ അവിടുന്ന് ഇവിടുന്ന് ചാടി വരും. എന്റെ സ്കിൻ അത്യാവശ്യം ആക്നെ പിമ്പിൾസും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഫേസ് വാഷ് മാത്രമേ ഇതുവരെ പിടിച്ചിട്ടുള്ളൂ. ഫേസ് വാഷ് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സോപ്പ് ഒന്നും എന്റെ മുഖത്തിന്റെ 7 അയൽവൊക്കെ തടിപ്പിക്കത്തില്ല. കാരണം എന്റെ ഫേസ് മൊത്തം പിന്നെ കുരുവാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എന്നെ രക്ഷിക്കുന്നത് പാലും അരിപ്പൊടിയാണ്. അതെന്തായാലും മിക്സ് ചെയ്ത് മുഖത്തോട്ട് അങ്ങോട്ട് ഇടും. ഫേസിൽ മാത്രം പോരെ ഈ സ്ഥലം ഇരിക്കുന്നത് കഴുത്തിന്റെ മണ്ടയ്ക്കാന്നുള്ള ഓർമ്മ വേണം. അതുകൊണ്ട് കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കും. ഇതിപ്പോ നമ്മുടെ ഫേസിലെ ചെളിയെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിന് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് തരും. ഉരുളക്കിഴങ്ങോ തക്കാളിയുടെ നീരോ അതല്ലെങ്കിൽ ബ്രൂവും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല റിസൾട്ട്. കഴുകി കഴിഞ്ഞുള്ള റിസൾട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. മഴക്കാറ് കാരണം എന്തായാലും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ. ലൈക്കും ഷെയർ സബ്സ്ക്രൈബും മറക്കല്ലേ.